ഇന്ന് പുലർച്ചെ ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട അക്കയും അതുപോലെ തന്നെ നഹാരിയ ഈ പ്രദേശങ്ങളിൽ അതിശക്തമായ മിസൈൽ ആക്രമണമാണ് ഹിസ്ബുള്ള നടത്തിയിട്ടുള്ളത്. ഈ മിസൈൽ ആക്രമണത്തിന് തൊട്ട് മുമ്പായി, അതായത് ഇന്ന് പുലർച്ചെയാണ് ഈ വലിയൊരു അറ്റാക്ക് നടക്കുന്നത്. എന്നാൽ അതിനു മുമ്പ് ധാരാളം സാധാരണ റോക്കറ്റുകൾ ഇസ്രായേലിന്റെ പല ഏരിയകളിലേക്കും കുതിച്ചു വരുന്നുണ്ടായിരുന്നു. ഇതെല്ലാം ഇസ്രായേലിന്റെ അയൺ ഡോം തകർക്കുന്നതിന്റെ വീഡിയോ ഉണ്ട്. എന്നാൽ മണിക്കൂറുകൾക്ക് മുമ്പ് അവസാനം, അതായത് പുലർച്ചെ നടത്തിയ ഒരു ശക്തമായ ആക്രമണം, ഇതിനുവേണ്ടി ഹിസ്ബുള്ള ഉപയോഗിച്ചത് റഷ്യൻ മിസൈലുകളാണ്. എന്നാൽ ഈ മിസൈലുകൾ അക്ക എന്നറിയപ്പെടുന്ന ഇസ്രായേലിന്റെ വടക്ക് ഭാഗത്തുള്ള മിലിറ്ററി ബേസിൽ പതിക്കുന്നു. പക്ഷെ ഒന്നുപോലും തടയാൻ ഇസ്രായേലിന്റെ അയൺ ഡോമിന് സാധിച്ചില്ല എന്നതാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മീഡിയകളിലെ പ്രധാനപ്പെട്ട ചർച്ച. കാരണം 30 മിസൈലുകളാണ് ഈ നഹാരിയയിലേക്കും അക്കയിലേക്കും ഇന്ന് പുലർച്ചെ ഹിസ്ബുള്ള തൊടുത്തുവിട്ടത്. എന്നാൽ ഈ മിസൈലുകളിൽ ഒന്നുപോലും അയൺ ഡോം കാണാതെ പോയി എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ചർച്ച. അയൺ ഡോമിന്റെ കാറ്റ് പോയോ എന്നാണ് ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, ഇത് അക്ക എന്നറിയപ്പെടുന്ന ബേസിലേക്കാണ് ഈ ആക്രമണം വരുന്നത്. 13 മിസൈലുകൾ കൃത്യമായി ലക്ഷ്യത്തിലെത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ ശബ്ദവും അതുപോലെ തന്നെ അത് ഹിറ്റ് ചെയ്യുന്നതും കാണാൻ സാധിക്കുന്നുണ്ട് ഈ വീഡിയോയിൽ. അതുപോലെ തന്നെ നഹാരി എന്നറിയപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട വടക്ക് ഭാഗത്തുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സിറ്റിയാണ്. ഈ സിറ്റിയിലും മിസൈലുകൾ പതിച്ചു എന്നാണ് വാർത്ത വരുന്നത്. യഥാർത്ഥത്തിൽ ഈ ഒരു സംഭവം ഇസ്രായേലിന്റെയും അമേരിക്കയെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് വസ്തുത. ഇതിന്റെ കൂടുതൽ വീഡിയോകളും അതുപോലെ തന്നെ ചിത്രങ്ങളും വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇന്ന് പുലർച്ചെ മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രമാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത്. ഇസ്രായേലിന്റെ വ്യോമതലങ്ങളെല്ലാം സുരക്ഷിതമാണ്, അയൺ ഡോം, ദാവൂദ് സ്ലിംഗ് എല്ലാം സംരക്ഷിക്കുമെന്ന ധാരണയുണ്ടെങ്കിൽ ഇസ്രായേലിലെ ആളുകൾക്ക് തന്നെ ഇപ്പോൾ ആ ധാരണ തിരുത്തേണ്ട സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിനുവേണ്ടി ഹിസ്ബുള്ള ഇസ്രായേലിന്റെ അയൺ ഡോമുകൾ ഹാക്ക് ചെയ്തതാണോ, അതല്ല ഈ ഉപയോഗിച്ച മിസൈലുകൾ അയൺ ഡോമിനെ മറികടന്ന് അതിന്റെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള സംവിധാനങ്ങൾ ഉള്ളതാണോ എന്നതാണ് ഇവിടെ ചിന്തിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പല ആളുകളും ഇതിനെക്കുറിച്ച് നിരീക്ഷണം നടത്തുന്നത് അയൺ ഡോമിനെ നിഷ്ക്രിയമാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. ഒരുപക്ഷെ ഹാക്ക് ചെയ്തിട്ടോ മറ്റോ അതിനെ പ്രവർത്തനരഹിതമാക്കിയതിനു ശേഷമാണ് ഈ ഒരു അറ്റാക്ക് നടന്നിട്ടുണ്ടാവുക. അതല്ല എങ്കിൽ ധാരാളം മിസൈലുകൾ, ഞാൻ പറഞ്ഞല്ലോ 2 ദിവസമായി ഹിസ്ബുള്ള നിരന്തരമായി റോക്കറ്റുകൾ അയച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇസ്രായേലിന് നേരെ. അങ്ങനെ ഈ അയൺ ഡോമിൽ ഉപയോഗിക്കുന്ന താമിർ എന്നറിയപ്പെടുന്ന മിസൈലിന്റെ സ്റ്റോറേജ് വീക്ക് ആയതുകൊണ്ടാണോ എന്നതും ഇവിടെ ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. ഏതായിരുന്നാലും അമേരിക്ക ഇപ്പോൾ അതിശക്തമായ രൂപത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. യുദ്ധം ഒഴിവാക്കാനുള്ള എല്ലാ നീക്കവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നെതന്യാഹുവിന്റെ മേൽ സമ്മർദ്ദം ചെലുത്തുന്നു ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി. കാരണം ആ യുദ്ധം അവസാനിപ്പിച്ച് എങ്ങനെയെങ്കിലും ഇറാനെയും പ്രോക്സികളെയും പിന്തിരിപ്പിക്കാൻ കഴിയുമോ എന്ന് തന്നെയാണ് ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ഒരു ആക്രമണം പോലും തടയാൻ ഇപ്പോൾ സാധിച്ചില്ല എങ്കിൽ ഇനി വരാനിരിക്കുന്ന അതിശക്തമായ തിരിച്ചടിയെ ഇസ്രായേൽ എങ്ങനെ നേരിടും എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യം. എന്നാൽ ഇറാനും ഇറാന്റെ സഖ്യകക്ഷികളും യഥാർത്ഥത്തിൽ അതിശക്തമായി തന്നെ തിരിച്ചടിക്കുക എന്ന ഒരു ദൃഢമായ തീരുമാനത്തിൽ തന്നെയാണുള്ളത്. അതിൽ നിന്ന് അവർ പിന്നോട്ട് പോയിട്ടില്ല. ഇന്ന് ആഗസ്റ്റ് 12 ഹിസ്ബുള്ളയുടെ പ്രതികരണം ഉണ്ടാകുമെന്നാണ് ഇസ്രായേൽ കണക്ക് കൂട്ടിയിട്ടുണ്ടായിരുന്നത്. ഒരുപക്ഷെ അത് തന്നെയാണോ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തത് എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. ഈ അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രായേലും പറയുന്നത് ആദ്യം ഹിസ്ബുള്ളയുടെ അറ്റാക്കായിരിക്കും ആരംഭിക്കുക, പിന്നെ ആയിരിക്കും ഇറാന്റെ ആക്രമണം ഉണ്ടാവുക എന്നാണ്. ആഗസ്റ്റ് 12 തന്നെ ഹിസ്ബുള്ളയുടെ ആക്രമണം, തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ഇസ്രായേൽ പ്രതീക്ഷിച്ചിരുന്നത്. അതേസമയത്ത് ഇറാന്റെ തിരിച്ചടികൾ ഇതിന് മണിക്കൂറുകൾക്ക് ശേഷം, അതായത് ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങൾക്ക് മണിക്കൂറുകൾക്ക് ശേഷം ആയിരിക്കും എന്നതാണ് മറ്റൊരു വിലയിരുത്തൽ. അവിടെ ചിന്തിക്കുമ്പോൾ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്. ഹിസ്ബുള്ള വളരെ സ്ട്രാറ്റജിക്കൽ ആയിട്ടുള്ള മിസൈൽ ഉപയോഗിച്ച് ഇസ്രായേലിനകത്തുള്ള പ്രതിരോധ സംവിധാനങ്ങൾ തകർക്കുക എന്നതായിരിക്കും ആദ്യ ലക്ഷ്യം. അതുകൊണ്ടാണ് ഹിസ്ബുള്ളയായിരിക്കും ആദ്യം ആക്രമിക്കുക എന്ന് പറഞ്ഞത്. ആ പ്രതിരോധ സംവിധാനങ്ങൾ, അയൺ ഡോം അടക്കമുള്ള സംവിധാനങ്ങളെ തകർത്തതിന് ശേഷം മണിക്കൂറുകൾക്ക് ശേഷമായിരിക്കും ഇറാന്റെ ആക്രമണം ഉണ്ടാവുക എന്നതായിരിക്കും ഈ രീതിയിലേക്ക് അതിനെ കൊണ്ടുവരാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഏതായാലും നിലവിൽ ഇറാന്റെ ശക്തമായ പ്രതികരണം ഇല്ലാതാക്കാൻ അമേരിക്ക ഒരുപാട് ഓഫറുകൾ ഇറാന് മുന്നിൽ വെച്ചിട്ടുണ്ട്. ഉപരോധങ്ങൾ പിൻവലിച്ചു കളയാം, ഗസയിലെ യുദ്ധം അടിയന്തരമായി നിർത്താൻ വേണ്ടി നെതന്യാഹുവിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നു.
അതുപോലെ ധാരാളം സഹായങ്ങൾ ഇറാൻ വാഗ്ദാനം ചെയ്യുന്നു. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഈ ഒരു തിരിച്ചടിയെ അമേരിക്കയും ഇസ്രയേലും വ്യക്തമായി ഭയക്കുന്നു എന്ന് തന്നെയാണ്. കാരണം ഇറാൻ ഇപ്പോൾ അതിന് തിരിച്ചടിക്കാൻ പോകുന്നത് വളരെ ഗൗരവമായ രീതിയിൽ തന്നെയാണ്. ഇന്ന് ചൈന പ്രതികരിച്ചിരിക്കുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മാഭിമാനവും സുരക്ഷയും അത് വീണ്ടെടുക്കാൻ അല്ലെങ്കിൽ അത്തരം ഒരു കാര്യങ്ങളിൽ ഇസ്രയേൽ ഇടപെട്ടതുകൊണ്ട് തന്നെ ഇറാന് അതിന് തിരിച്ചടിക്കാനുള്ള അവകാശമുണ്ട്. ഞങ്ങൾ ഇറാനെ ഈ വിഷയത്തിൽ സപ്പോർട്ട് ചെയ്യുന്നു, ഞങ്ങളുടെ സഖ്യകക്ഷിയാണ് ഇറാൻ എന്നാണ്. ഈ രൂപത്തിലുള്ള വലിയ പിന്തുണകളും ഇറാൻ ഈ വിഷയത്തിലുണ്ട്. എന്നാൽ ഇറാൻ വ്യക്തമായി തന്നെ ഇസ്രയേലിനെ ശിക്ഷിക്കുമെന്നാണ് ഇതിലൂടെ ബോധ്യപ്പെടുന്നത്. അതോടൊപ്പം വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇസ്രയേലിലുള്ള പല പ്രമുഖരെയും ഈ ആക്രമണത്തിൽ വകവരുത്തുവാൻ വേണ്ടിയും ഇറാനും ഹിസ്ബുള്ളയും തീരുമാനിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. ഇപ്പോൾ ഹിസ്ബുള്ള ആരംഭിച്ചത് ഇത്തരത്തിലുള്ള ഒരു തിരിച്ചടിയുടെ സ്റ്റാർട്ടിംഗ് ആണ് എങ്കിൽ ഇത് എങ്ങനെയായിരിക്കുമെന്ന കാര്യം, അതായത് മണിക്കൂറുകളെ കൊണ്ട് നമുക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ബോധ്യപ്പെടും. മാത്രമല്ല ഇറാൻ പറഞ്ഞിരിക്കുന്നത് 3-4 ദിവസമുണ്ടാകും ഞങ്ങൾക്കൂടെ ഇസ്രായേലിനെതിരെയുള്ള തിരിച്ചടി എന്നാണ്. കേവലം എവിടെയെങ്കിലും ഒരു അറ്റാക്ക് നടത്തി തിരിച്ചു പോരുക എന്നതല്ല, ഒരുപാട് ലക്ഷ്യങ്ങൾ അടിച്ചു തീർക്കാനുണ്ട് എന്നാണ് ഈ പറഞ്ഞതിനർത്ഥം. മാത്രമല്ല ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു, ഒരു കരയുദ്ധം, ഗ്രൗണ്ട് ഫോഴ്സ് തന്നെ ഇസ്രയേലിനകത്തേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗം സൂചിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അത് ശക്തമായ ഒരു ഏറ്റുമുട്ടലിലേക്ക് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ യുദ്ധത്തിലേക്കായിരിക്കും അത് നീങ്ങുക. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗത്ത് ഗസയിൽ കരയുദ്ധം ശക്തമായി നിലനിൽക്കുകയാണ്. ഇനി മറ്റൊരു പോർമുഖം കൂടെ തുറക്കുക എന്നത് വലിയ ഭീഷണി തന്നെയാണ്. പക്ഷെ ഇങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ അങ്ങനെ ഒരു പോർമുഖം തുറക്കുകയല്ലാതെ ഇസ്രായേലിന് മുന്നിൽ മറ്റൊരു മാർഗവും യഥാർത്ഥത്തിൽ ഇല്ല.